1989 ലോകത്തെ നടുക്കിയ അർമേനിയൻ ഭൂകമ്പത്തിൽ 30 ലക്ഷത്തോളം പേർ മരിച്ചു വീണു. ഒരു സ്കൂൾ കെട്ടിടം തകർന്ന് അതിലേതാണ്ട് 38ഓളം കുഞ്ഞുങ്ങള് അകപ്പെട്ട് കഴിയുക, മരണഭീതിയിൽ. എപ്പോൾ വേണമെങ്കിലും തങ്ങൾ മരിച്ചു പോകാം എന്നുള്ള മരണഭീതിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങള്. അതിലൊരു കുഞ്ഞ് ബാക്കിയുള്ള 37 പേരോടും പറഞ്ഞു, എൻ്റെ അപ്പൻ മരിച്ചിട്ടില്ലെങ്കിൽ വരും, എന്നെ തേടി എൻ്റെ അപ്പൻ വരും. പലരും ഒരുപാട് നിരുത്സാഹപ്പെടുത്തിയിട്ടും ഈ കുഞ്ഞിന്റെ അപ്പൻ തന്റെ കുഞ്ഞിനെ കണ്ടുകിട്ടുന്ന പരിശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. വളരെ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ മനുഷ്യൻ മണിക്കൂറുകൾ തെരഞ്ഞു. അവസാനം ഈ കുഞ്ഞിനെ കണ്ടെത്തി. അതോടൊപ്പം 37 പേരുടെ കുഞ്ഞുങ്ങളുടെ ജീവനും അതുമൂലം നേടിയെടുക്കാൻ ഈ അപ്പന് സാധിച്ചു. 38 കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ട് അവർ ഇന്റർവ്യൂവിനിൽ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ദിവസങ്ങള് ഈ കെട്ടിടത്തിനുള്ളില് ഇങ്ങനെ പേടിയില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞു എൻ്റെ അപ്പൻ വരുമെന്ന്. അവന്റെ അപ്പം വരും എന്നുള്ള ആ പ്രതീക്ഷ, പ്രത്യാശ ഞങ്ങളിലും വളരെയധികം ധൈര്യം പകർന്നു. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിന്റെ ഏത് തകർന്നടിഞ്ഞ മേഖലയിൽ നിന്നും, നിന്റെ സങ്കടക്കടലിൽ നിന്നും നിന്നെ കരകയറ്റാൻ അവൻ വരുമെന്നുള്ള പ്രത്യാശയാണിത്. തത്വചിന്തകനായ സീറോൻ കോർക്കഗാർഡ് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുക, ആഴമളക്കാൻ കഴിയാത്ത അത്രമാത്രം ആഴത്തിലേക്ക് കണ്ണും പൂട്ടി എടുത്തു ചാടുന്നതാണ് വിശ്വാസം. അറിയില്ല ഞാൻ ചാടുന്ന ആ ആഴത്തിന് എത്രമാത്രം അതിന് ഡെപ്ത് ഉണ്ടെന്ന്, എത്രമാത്രം അതിന് ആഴമുണ്ടെന്ന്. ഇതാണ് വിശ്വാസം. എന്റെ തകർച്ചയിൽ നിന്നും, എന്റെ കണ്ണീരിൽ നിന്നും എന്നെ ഇങ്ങനെ കരം പിടിച്ചുയർത്താൻ കഴിവുള്ളവൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. ഇന്ന് നമ്മള് സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, എന്തിന്റെ മുകളിലാ വിവേകമതി തന്റെ ഭവനം പണിതുയർത്തിയത്? പാറമേൽ, അല്ലേ? പാറമേൽ ഭവനം പണിത വിവേകമതിക്ക് തുല്യൻ കർത്താവ് ചൂണ്ടിക്കാണുകയാണ്. ഭവനം പണിയേണ്ടത് ഉറപ്പുള്ള പാറമേലായിരിക്കണം. നമ്മുടെയൊക്കെയും ഭവനങ്ങള് ഇങ്ങനെ ഉറപ്പുള്ള പാറമേൽ പണിയുമ്പോ നമ്മളും ഓർത്തെടുക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭവനത്തെ ഇങ്ങനെ പണിതുയർത്താൻ പരിശ്രമിക്കുമ്പോ ഈ ഭവനം പണിതു നിൽക്കേണ്ടത് 4 പാറ കഷ്ണങ്ങളുടെ മുകളിലാണ്. 1 വിശ്വസ്തതയാകുന്ന പാറമേൽ, 2 വിശുദ്ധിയാകുന്ന പാറമേൽ, 3 വിധേയത്വമാകുന്ന പാറമേൽ, 4 നിഷ്കളങ്കമാകുന്ന സ്നേഹമാകുന്ന പാറമേൽ. വിശ്വസ്തത ആരോട്? എൻ്റെ കുടുംബത്തോട്, എൻ്റെ തമ്പുരാനോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഭയോട്, സമൂഹത്തോട് എനിക്കുള്ള വിശ്വസ്തത. ഈ വിശ്വസ്തതയിലായിരിക്കണം സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബം പടുത്തുയർത്തേണ്ടത്. ഇന്നത്തെ കാലഘട്ടങ്ങളില് വിശ്വസ്തത നമുക്ക് എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസ്തയായിരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം എനിക്ക് തന്ന മക്കളോട് വിശ്വസ്തത പുലർത്താൻ, നീതി പുലർത്താൻ, അവർക്ക് നല്ലൊരു അപ്പനാകാൻ, അമ്മയാകാൻ, ജീവിത മാതൃക നൽകാൻ നമ്മൾ പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ മേഖലയിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട്, സഭയോട്, സമൂഹത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്താൻ സാധിക്കുന്നുണ്ടോ? കുടുംബങ്ങളിൽ നിന്ന് മക്കള് വഴിവിട്ടിറങ്ങിപ്പോകുമ്പോ സ്നേഹം നിറഞ്ഞവരെ, അവരെ നമ്മൾ ഇങ്ങനെ പഴിച്ചും ശപിച്ചും തള്ളിക്കളയുന്നതിന് മുൻപ്
അവരെ വിധിക്കുന്ന വിരൽ കൊണ്ട് തിരികെ എൻ്റെ നേരെ ചൂണ്ടി ചോദിക്കുക, ആത്മാർത്ഥതയോടുകൂടെ എനിക്ക് ദൈവം തന്ന മക്കളെ ഞാൻ ഏറ്റെടുത്ത ദൈവവിളിയിൽ വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ധൂർത്തുപുത്രൻ തിരികെ വന്നു. നഷ്ടപ്പെട്ട വിശ്വസ്തത വീണ്ടെടുക്കാൻ ആ മകൻ തയ്യാറായി. വീണ്ടും വിശുദ്ധി എന്ന പാറമേൽ വേണം നമ്മൾ നമ്മുടെ ഭവനത്തെ പടുത്തുയർത്താൻ. വിശുദ്ധി, എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വത്തോട് വിശുദ്ധി കൂടാതെ നമുക്കാർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ലെന്നുള്ള തിരുവചനം നമ്മളും ഹൃദയത്തിൽ കുറിച്ചിടണം. നമ്മുടെ കുടുംബങ്ങളില് വിശുദ്ധി, ഇന്ന് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതെ പോകുന്ന പുണ്യം വിശുദ്ധി. വിവാഹത്തിന് ശേഷം നടക്കേണ്ടത് പലതും വിവാഹത്തിന് മുൻപ് നടന്നു കഴിഞ്ഞു. ലിവിങ് ടുഗദർ എന്നൊക്കെയാണ് അതിന് പറയുക. 3-4 മാസം വയറ്റിൽ ഒരു കുഞ്ഞിനെ പേറിക്കൊണ്ട് വിവാഹമെന്ന കൂതാശയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന ഇന്നത്തെ യുവജനങ്ങളുടെ ദുരവസ്ഥ ഓർക്കണം. അപ്പനും അമ്മയ്ക്കും പോലും അറിയുന്നില്ല തന്റെ മകള് 3 മാസം ഗർഭിണിയാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഛർദി വരുന്നുണ്ട്. അപ്പൊ ആരോ പറഞ്ഞു കേട്ടു, അവള് ട്രെയിനിൽ ചെന്നപ്പോ എന്തോ വട കഴിച്ചിട്ട് ഛർദിക്കുകയാണെന്ന്. പിന്നെ വീണ്ടും കേട്ടു, എന്താ മോളെ വയറ് വീർത്തിരിക്കുന്നുണ്ടല്ലോ. അത് ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നമാണ്. അമ്മയ്ക്ക് പോലും ചില സമയത്ത് പിടികിട്ടുന്നില്ല. 8 മാസങ്ങൾക്ക് മുമ്പ് ജോലിക്ക് ബാംഗ്ലൂരിൽ പോയ മകളാണ്. 8 മാസം കഴിഞ്ഞിട്ടും ലീവ് കിട്ടുന്നില്ല അമ്മ എന്ന് അമ്മ ചോദിക്കുമ്പോഴൊക്കെ മറുപടി പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സീനായുടെ മുറ്റത്താണ് നിറവയറുമായി ഒരു പെൺകുട്ടി വന്നിറങ്ങിയത്. ഓർക്കണം, നമ്മള് സ്നേഹം നിറഞ്ഞവരെയും വിശ്വസ്തത അത് പുലർത്തേണ്ട ഒരു പുണ്യമാണെന്ന് നമ്മളും തിരിച്ചറിയണം. ഒരു ഹൃദയത്തിന്, ഇത് തിരുഹൃദയ മാസമാണ്, നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഈ 4 അറകളെയും കൊണ്ട് നിറയ്ക്കേണ്ടത് ഈ 4 പുണ്യങ്ങൾ കൊണ്ട് തന്നെയാണ്. വിശ്വസ്തത കൊണ്ടും വിശുദ്ധി കൊണ്ടും വിധേയത്വം കൊണ്ടും നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടും നമ്മൾ ഈ 4 അറകളെയും നിറയ്ക്കണം. തിരുഹൃദയത്തിന് മുൻപിൽ നിന്ന് നമ്മളും പ്രാർത്ഥിക്കാറില്ലേ? എന്താണ്? മെഴുകുതിരി കത്തിച്ചു വെച്ച്, ഈശോയെ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണേ, വെണ്മയുള്ളതാക്കണേ, അല്ലേ? ഇനി മുതൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? ഈശോയെ നിന്റെ ഹൃദയം പോലെ എന്റെ ഹൃദയവും അസ്വസ്ഥമാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കേട്ടാ, ക്ഷീണം കൊണ്ട് കണ്ണടച്ച് പോകുന്നവര് ഇതൊന്ന് കേട്ടിട്ട് കണ്ണടക്കുക. നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ വെണ്മയുള്ളതാക്കണമേ. ഇനി നമ്മൾ തിരുഹൃദയത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം, ഈശോയെ നിന്റെ ഹൃദയം അസ്വസ്ഥപ്പെടുന്നത് പോലെ എന്റെ ഹൃദയത്തെയും നീ അസ്വസ്ഥപ്പെടുത്തണമേ. എന്തിനെ കുറിച്ച്? ഓരോ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമ്മളും ഇറക്കുന്ന ഇന്നത്തെ വാർത്തകൾ കേട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം അസ്വസ്ഥപ്പെടാത്തത്? ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നു, അല്ലേ? റഷ്യയും മറ്റു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നു. അവിടെ പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ നാട്ടില് ഒരുപാട് കൊലപാതകങ്ങൾ സംഭവിക്കുന്നു. ഒരുപാട് പേര് അക്രമത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാകുന്നു, അല്ലേ? എല്ലാ ദിവസവും നമ്മൾ പേപ്പർ വായിക്കുന്നു. ആ വായിച്ച പേപ്പർ പിന്നെ നമ്മൾ കത്തിച്ചു കളയുകയോ പഴയ പേപ്പറിന്റെ ഒപ്പം എടുത്തു വെക്കുകയോ ചെയ്യുന്നു. തീർന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകാത്തത് എന്നുള്ളതാണ് ചോദ്യം. ക്രൈസ്തവ മക്കളായ നമ്മൾ ഓരോരുത്തരും നെഞ്ചുപൊട്ടി കൊണ്ടാടേണ്ട ഉത്സവത്തിന്റെ പേരാണ് വിശുദ്ധ കുർബാന. നെഞ്ചുപൊട്ടി വേണം സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഈ ബലിയിൽ പങ്കെടുക്കാൻ. കാരണം അത്രമാത്രം കർത്താവിന്റെ നെഞ്ച് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ യുവതലമുറ, അവരെ നോക്കി പരിശുദ്ധ പിതാവ് എഴുതിയ ചാക്രിക ലേഖനത്തിന്റെ പേരാണ് മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്, മഹത്തായ മനുഷ്യരാശി എന്നാണ് അതിന്റെ പേര്. എന്താണ്? മഹത്തായ മനുഷ്യരാശി.
ലയോ 14 മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനത്തിന്റെ പേരാണ്. ഇന്നത്തെ യുവതലമുറയെ നോക്കി, ഇന്നത്തെ മക്കളെ നോക്കി, സഭയെ നോക്കി പാപ്പ പറയുന്ന മനോഹരമായ ചാക്രിക ലേഖനം, അതിന് 1-2 പാരഗ്രാഫ് വായിക്കുമ്പോഴേക്കെങ്കിലും നമുക്കറിയാൻ പറ്റും മാതാപിതാക്കളെ എത്രമാത്രം അപകടത്തിലൂടെയാണ് സഭാമക്കൾ കടന്നു പോകുന്നതെന്ന്. നിർമ്മിത ബുദ്ധി, മനുഷ്യൻ നിർമ്മിച്ച നിർമ്മിത ബുദ്ധിയെ ആശ്രയിച്ച് കഴിയുന്ന ഇന്നത്തെ മക്കള്. കുറച്ച് കഴിയുമ്പോ കുർബാനയൊക്കെ അർപ്പിക്കാൻ ഇനി റോബോട്ട് വരും, കുർബാന അർപ്പിക്കാനേ. അങ്ങനെ ആയി മാറും. ഒരു തീരുമാനമെടുക്കാൻ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറയുന്നതിന് പകരം ചാറ്റ്ജിപിടിയും ജെമിനിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടും ചോദിക്കുകയാണ്, എന്റെ മകൾ വിവാഹം കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ചോദിക്കുകയാണ്. എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമോ? എന്റെ കുടുംബത്തില് മക്കൾ പരീക്ഷയിൽ പാസ്സാകുമോ? ചോദിക്കുന്ന ആരാണ്? കർത്താവിനോടല്ല, മനുഷ്യൻ ഉണ്ടാക്കി വെച്ച യന്ത്രങ്ങളോട് ഇന്ന് ഉത്തരം കിട്ടാൻ ചോദിക്കുകയാണ്. മൊബൈൽ ഉപയോഗിച്ച് ഒരു കൊറോണ വന്നതിന്റെ പേരില് ഇന്നത്തെ യുവജനങ്ങള് പള്ളിയിൽ കയറുന്നില്ല, കുമ്പസാരമില്ല, കൂദാശകളില്ല. അറിയുമോ? ഏതാണ്ട് 400ഓളം പേരെ അച്ഛന്റെ പഠനത്തിന്റെ ഭാഗമായി ബാംഗ്ലൂരിൽ അച്ഛൻ ഇന്റർവ്യൂ ചെയ്തു. 400ഓളം കുഞ്ഞുങ്ങളെ കോളേജുകളിലും നഴ്സിംഗ് കോളേജുകളിലും സ്കൂളുകളിലും ചെന്ന് ഓരോ കുഞ്ഞുങ്ങളെ കുറിച്ച് അച്ഛൻ പഠിച്ചു. 2 വർഷം. അതിന്റെ വെളിച്ചത്തില് അവരൊക്കെ ഒന്നടങ്കം പറയുന്ന ഒരു സങ്കടമുണ്ട്. അച്ഛാ, ഞങ്ങൾക്ക് വീടുണ്ട്, അപ്പന് ജോലിയുണ്ട്, സമ്പത്തുണ്ട്, കാറുണ്ട്, സർവ്വ സുഖ സൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്നാൽ അച്ഛാ, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല, ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ യുവജനത്തിന്റെ ഏറ്റവും വലിയ സങ്കടമെന്ന് മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. അവരെന്താ നന്നാകാത്തെ? അവർ കള്ളുടിച്ച് നടക്കുകയാണ്, അവർ മൊബൈലിന്റെ പിന്നാലെയാണ്, അവർ ലഹരിക്ക് അടിമകളാണ്. പഴിക്കുമ്പോഴും ശപിക്കുമ്പോഴും തിരിച്ചു ചോദിക്കുക, ഞാൻ കൊടുക്കേണ്ടത് മക്കൾക്ക് സമയത്തിന് കൊടുക്കുന്നുണ്ടോ? ഞാൻ അവർക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയാണ് നിന്റെ അമ്മയെന്ന്, നീ ആശ്രയിക്കേണ്ട അത്താണിയാണ് ഈ അൽത്താരയെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പരാജയപ്പെട്ടതിന്റെ പേരില് എത്ര കുഞ്ഞുങ്ങള് വഴിവിട്ട് കടന്നുപോയി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്. തിരിച്ചു പിടിക്കണ്ടേ ഈ മക്കളെ നമുക്ക്? സഭ ഇന്ന് അവരുടെ കരങ്ങളില. അവരാണ് സഭ, പ്രിയം നിറഞ്ഞവരെ, അവരാണ് സഭ. 50 കഴിഞ്ഞവരൊന്ന് കൈ ഉയർത്തി. 50 വയസ്സ് കഴിഞ്ഞവര് പെട്ടി ഒരുക്കി കേട്ടോ, സമയമായിട്ടുണ്ട്, പോവാൻ സമയമായിട്ടുണ്ട്. മതി, ഇത്രയൊക്കെ ജീവിച്ചാ മതി പ്രിയം നിറഞ്ഞവരെ, ഇത്രയൊക്കെ ജീവിച്ചാ മതി. ഇനി എന്തിനാ ഇത്രയൊക്കെ ജീവിക്കുക? ഇനിയുള്ള കാലം നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങുക. മതി. ഇത്രയൊക്കെ സമ്പാദിച്ചില്ലേ, മക്കളെ വളർത്തി വലുതാക്കിയില്ലേ, കഷ്ടപ്പെട്ടില്ലേ? ഇനി നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. ഹോട്ടലിൽ കോഴി ബിരിയാണിയും ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടും. ഇടയ്ക്കൊക്കെ കെട്ടിയോനെയും കെട്ടിയോളെയും കൊണ്ടൊക്കെ നിങ്ങൾ പുറത്ത് ടൂറിന് പോവുക. അപ്പൊ അടക്കാൻ വരുമ്പോ, നിങ്ങൾ അടക്കാൻ വരുമ്പോഴേ ഞങ്ങൾക്ക് പറയാലോ, തിന്നിട്ടാ ചത്തേന്ന്. അത് പ്രിയം നിറഞ്ഞവരെ, പെട്ടിയിൽ അടക്കാൻ പോലും ഇല്ല. ഇങ്ങനെ ഒരു വടി, ഒരു കോല്, എന്നും ചുട്ടരച്ച ചമ്മന്തിയും കഞ്ഞിയാണ് വീട്ടില്. എന്നിട്ട് പിശുക്കി എനിക്ക് ഒരെണ്ണം ഉള്ളല്ലോ അച്ഛാ, അതിനു വേണ്ടി ഉണ്ടാക്കണേ. നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. 30, 25 വയസ്സിന് മുകളിലും 40 വയസ്സിന് താഴെയുള്ളവർ ഒന്ന് എഴുന്നേറ്റ് തന്നെ. 40 വയസ്സിന് താഴെയുള്ളവർ ഒന്ന് എഴുന്നേറ്റ് തന്നെ. അച്ഛനാം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31. തിരിഞ്ഞു നോക്ക് നിങ്ങൾ. ഇരിക്കരുത്, നിൽക്കുന്നവര് തിരിഞ്ഞു നോക്ക്. ഇതാണ് സഭ.
പ്രിയം നിറഞ്ഞവർ, ഇതാണ് സഭ. എവിടെ പോയി നമ്മുടെ യുവജനങ്ങള്? എവിടെ നമ്മുടെ മക്കള്? ഇതാണ് സഭ. നാളെ സഭയെ നയിക്കേണ്ടവരാണ് ഇവര്. ഇതിരിക്കുന്നവർ ചിലപ്പോ ഇന്ന് അറ്റാക്ക് വന്ന് മരിക്കും കുറെ പേര്. കാരണം 40-50 വയസ്സിന് ഒക്കെ അടുത്തുള്ളവരാണ് പെട്ടെന്ന് മരിച്ചു പോണേ. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി ഇവരാണ് സഭയെ നയിക്കേണ്ടവര്. ഇവരിൽ നിന്നാണ് നല്ല വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്ന മക്കൾ ജനിക്കുന്നത്. ഇവരാണ് സഭ. അതിനാൽ പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. നമ്മള് സഭയിൽ നിന്ന്, ദേവാലയങ്ങളിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളൊന്ന് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക കണ്ണീരോടെ. വിവാഹ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട 4 പുണ്യങ്ങളെ കുറിച്ച് അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ തിയോളജിയോ ചരിത്രം ഒന്നും പറഞ്ഞിട്ടില്ല. പുലർത്തേണ്ട നീതി 4 കാര്യങ്ങള്: 1 വിശ്വസ്തത, 2 വിശുദ്ധി, വിധേയത്വം, 3 നിഷ്കളങ്കമായ സ്നേഹം. ഇത് 4 നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മാരേജ് ഈസ് ദ മോസ്റ്റ് ഡീപ്പസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർമനന്റ് ആൻഡ് ദ മോസ്റ്റ് എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ് എന്നാണ് CCC, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. വിവാഹം എന്നത് ഏറ്റവും ആഴത്തിലുള്ളതും ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നതും ഏറ്റവും കൂടുതൽ വ്യക്തിപരവുമായ ബന്ധമാണ് എന്നാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു വെക്കുക. മാതാപിതാക്കളെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും വരമേൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ, പ്രാർത്ഥനയുടെ തിരുനാളങ്ങൾ കത്തട്ടെ, വിശ്വസ്തതയും വിശുദ്ധിയും വിധേയത്വവും നിഷ്കളങ്കമായ സ്നേഹവും കണ്ട് വരും തലമുറ പറയട്ടെ, ഇതെന്റെ അപ്പനാണ്, അമ്മയാണെന്ന്. മാതൃക നൽകുന്നതിൽ മാതാപിതാക്കളെ, നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. പരാജയപ്പെട്ടാൽ സംഭവിക്കുക, നിങ്ങളുടെ ശവകുടീരത്തിൽ ഒരു മെഴുകുതിരി എങ്കിലും കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു പട്ടിക്കുട്ടി പോലും ഉണ്ടാവില്ലേ? മരണശേഷവും അഭിമാനപൂർവം നിങ്ങളെ അവർ നെഞ്ചിലേറ്റുന്നത് നിങ്ങൾ കൊടുത്ത വിദ്യാഭ്യാസത്തിന്റെയോ ഭക്ഷണത്തിന്റെയോ ജോലിയുടെയോ ബാങ്ക് ബാലൻസിന്റെയോ പേരിലല്ലെന്ന് 1000 തവണ അച്ഛൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു. വരും തലമുറ നിങ്ങളെ ഓർത്തിരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിയാമോ? ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ, വേദനകളെ, രോഗങ്ങളെ ഒക്കെ എങ്ങനെ അതിജീവിക്കാൻ നിങ്ങളെ അവരെ പഠിപ്പിച്ചു എന്നതിന്റെ പേരിലായിരിക്കും വരും തലമുറ നിങ്ങളെ ഓർത്തിരിക്കാൻ പോകുന്നത്. എങ്ങനെ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ വേദനിച്ചപ്പോ, സങ്കടങ്ങളിലൂടെയും കടബാധ്യതയിലൂടെയും കടന്നുപോയപ്പോ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്താൻ അവർ കാണിച്ച മാതൃക. ഇതാണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ അവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാവുക. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും തങ്ങളുടെ വിവാഹ ജീവിതത്തില് വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന്റെ വിശുദ്ധ കുർബാന നടക്കുകയാണ്. അപ്പൊ ഭാര്യ ഭർത്താവിന് ഒരു പാട്ടുപുസ്തകം എടുത്തു കൊടുത്തു. അതിലാദ്യത്തെ വരി ഇങ്ങനെയാണ്: ഐ നീഡ് യു എവറി അവർ. ഓരോ മണിക്കൂറിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഓരോ നിമിഷവും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ പാട്ടിലെ ആദ്യത്തെ വരി. ഭർത്താവ് വേറൊരു പുസ്തകം എടുത്ത് ഭാര്യയ്ക്ക് കൊടുത്തു. അതിൽ ആദ്യത്തെ പാട്ടിന്റെ വരി ഇങ്ങനെയാണ്: എക്സെപ്റ്റ് മീ ആസ് ഐ ആം. ഞാൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ സ്വീകരിക്കുക. ഇതാണ് സ്നേഹം നിറഞ്ഞവരെ ഭൂമിയിലെ സ്വർഗം. പരസ്പരം മനസ്സിലാക്കി കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളും സ്വർഗമായി മാറും. അച്ഛൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭക്ഷണം കഴിക്കുമ്പോ ഭാര്യയ്ക്ക് ഒരു ഉരുള ചോറിന്റെ ഒരു ഉരുള ഉരുട്ടി സ്വന്തം ഭാര്യയ്ക്ക് ഈ മാസത്തിൽ കൊടുത്തവരെന്ന് കൈ ഉയർത്തി. ഒരാള് കഴിഞ്ഞു. ഇനി ഭാര്യ ചോറിന്റെ ഉരുള ഉരുട്ടി അത്താഴം കഴിക്കും മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യ കൊടുത്ത ഭാര്യമാര് ഈ മാസത്തിലുണ്ടെന്ന് കൈ ഉയർത്തിയേ. പറയുമായിരിക്കും മനസ്സിൽ,
ചോറിന്റെ ഉരുള എല്ലാം ഉരുട്ടി കൊടുക്കണ്ടേ? പറയാൻ ആഗ്രഹമുണ്ടോ അവർക്ക്? അവര് പറയായിരിക്കും. മക്കളുടെ മുമ്പിൽ വെച്ച് പരസ്പരം ഒന്ന് ചേർത്ത് പിടിച്ച്, നിന്റെ ജീവിത പങ്കാളി വിഷമിക്കുമ്പോ, വേദനിക്കുമ്പോ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോ, ആരുമില്ലെന്നുള്ള തോന്നലുണ്ടാകുമ്പോ ഒന്ന് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയില് ഈ മാസത്തിൽ ഒരു ഉമ്മ കൊടുത്ത് ഒരു കൈ ഉയർത്തി കഴിഞ്ഞു. അതൊക്കെ അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടില്ല, എല്ലാം പ്രൈവറ്റായി കൊണ്ട് ചെയ്താൽ മതി. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ നിഷ്കളങ്ക സ്നേഹം മക്കള് കാണട്ടെ. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, ചേർത്ത് പിടിക്കുന്നത്, നിന്റെ കൂടെ ഞാനില്ലേ എന്ന് പറയുന്നത് മക്കള് കേട്ട് വളരട്ടെ. എങ്കിലേ ആ നിഷ്കളങ്ക സ്നേഹത്തിൽ ഇന്നത്തെ മക്കൾ വളരൂ, വലുതാകൂ. കൊടുക്കേണ്ട സ്നേഹം അത് നിഷ്കളങ്കതയോടെ കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോ, ഒരപ്പൻ ഒരമ്മയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളത് ചെയ്തു കാണിക്കുമ്പോ, സ്നേഹം നിറഞ്ഞവരെ, നിഷ്കളങ്കമല്ലാത്ത ഒരു സ്നേഹവും അവർ ഈ ലോകത്തിൽ അന്വേഷിക്കില്ല. കിട്ടേണ്ടത് അത് കുടുംബത്തിൽ നിന്ന് കിട്ടാണ്ടാകുമ്പോഴാണ് അവരത് പുറത്തന്വേഷിക്കാൻ തുടങ്ങുക. തല്ലിയ കരങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ തലോടാൻ ശ്രമിക്കുമ്പോ ഒരപ്പനും അമ്മയും മരണം വരെ, സ്നേഹം നിറഞ്ഞവര്, അവരിത് മറക്കില്ല. പോട്ടടാ, സാരമില്ല, അപ്പൻ വിഷമം വന്നപ്പോ നിന്നെ വഴക്ക് പറഞ്ഞതല്ലേ, പോട്ടടി, അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോ പറഞ്ഞതല്ലേ, തല്ലിക്കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോയി. കുഞ്ഞാ മുറിവോട് കൂടെ കിടന്നുറങ്ങ. എന്നെ കേൾക്കാൻ ആരുമില്ല ഈ ഭൂമിയില്. എല്ലാവരും എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ആരുമില്ല. ഇതാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ സങ്കടം. ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന സങ്കടങ്ങളെ നമുക്കുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന സങ്കടങ്ങളെ നമുക്കൊക്കെയുള്ളൂ. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ കരയാൻ സമ്മതിക്കില്ല. സ്നേഹം നിറഞ്ഞവര്, ആണുങ്ങൾ കരയണത് വളരെ അപൂർവമായിട്ട് നിങ്ങൾ കാണും അല്ലേ? ഇടയ്ക്കൊക്കെ അവർ കരയട്ടെ പ്രിയം നിറഞ്ഞവരെ. വീട്ടിൽ പോയി നിങ്ങൾ തല്ലി കരയിക്കരുത്. ചിലത് അതും ചെയ്യും. സ്നേഹം നിറഞ്ഞവരെ, കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കട്ടെ. ലിസണിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയാ. അതൊരു കലയാണ്. കൃപയുള്ളവർക്കേ മറ്റുള്ളവരെ കേൾക്കാൻ പറ്റൂ. ഇതെങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക റേഡിയോ പോലെ? ഒന്നും ഇങ്ങോട്ട് കേൾക്കില്ല. റേഡിയോ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റേഡിയോട് പറഞ്ഞ് കേൾക്കുവോ? അത് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജൈനച്ചൻ മണിക്കൂറുകളിരുന്ന് നിങ്ങൾ കേൾക്കില്ലേ? ഇനിയും കേൾക്കും, ഇനിയും കേൾക്കും അച്ഛൻ. അത് ദൈവം അച്ഛന് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രേസ് ആണ്. കേൾക്കുക, പറയാനുള്ളത് കേൾക്കുക. വീട്ടില് അപ്പൻ മക്കള് പറയുന്നത് കേൾക്കട്ടെ, മക്കൾ അപ്പം പറയുന്നത് കേൾക്കട്ടെ. ജീവിത പങ്കാളി എന്താണ് എന്നോട് പറയുന്നതെന്ന് കേൾക്കാൻ പ്രിയം നിറഞ്ഞവരെ, ഒരു 5 മിനിറ്റ് നമ്മൾ സമയം കൊടുത്താൽ മതി. ഭക്ഷണം കഴിക്കുമ്പോ, ഒരുമിച്ചിരിക്കുമ്പോ ഒരു 5 മിനിറ്റ്. അത്രയും നമ്മൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് അരമന കോടതികളില് മഴക്കാലത്തെ കൂട് കണക്കെ ഇന്ന് വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കില്ലായിരുന്നു. കേൾക്കാൻ അച്ഛാ, ഒന്ന് കേട്ടാ മതി എന്നെ, വേറൊന്നും എനിക്ക് വേണ്ട. ഈ ഭൂമിയിൽ എന്ത് സങ്കടവും സഹിക്കാൻ നിന്റെ ജീവിത പങ്കാളിക്ക് കരുത്ത് നൽകുന്നത് ഒറ്റ വാചകത്തിന്റെ പേരിലാ. കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞു വെച്ചു, ഭയപ്പെടേണ്ട. ഉറക്കെ പറഞ്ഞ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിവാഹ ജീവിതത്തിന് ഒരു ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കുന്ന ഒറ്റ ഉറപ്പാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ സങ്കടത്തിലും രോഗത്തിലും വേദനയിലും നിന്റെ വിജയത്തിലും പരാജയത്തിലും തകർച്ചയിലും ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. എന്നിട്ട് എന്തുണ്ടാവണേ? കുറച്ച് കഴിയുമ്പോ വെള്ളത്തിൽ വരച്ച വര പോലെ. ആർക്കും ഉറപ്പ് കൊടുക്കണേ? അപ്പുറത്തെ പട്ടിക്ക്, അപ്പുറത്തെ വീട്ടിലെ പട്ടിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. അച്ഛാ, നായക്ക് ചായ കൊണ്ടു കൊടുക്കുമ്പോ, അതിന് ബിസ്ക്കറ്റ് കൊണ്ടു കൊടുക്കുമ്പോ ഞാനും കൊതിച്ചിട്ടുണ്ട്. എന്ത്? ഞാൻ ഈ വീട്ടില് പട്ടിയായാ മതിയായിരുന്നു, ഞാൻ ഈ വീട്ടില് നായായാ മതിയായിരുന്നു എന്ന്. അതിന് കൊടുക്കുന്ന പരിഗണന പോലും ചില അമ്മായിമാര് കൊടുക്കില്ലേ? പ്രാർത്ഥിക്കാൻ വരും, കെടുന്ന് പ്രാർത്ഥന, നീന്തി പ്രാർത്ഥന, മുട്ടുകുത്തി പ്രാർത്ഥന, ഓളിയിട്ട് പ്രാർത്ഥന. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോ എന്താ? മരുമോൾ ഉണ്ടാക്കി വെച്ച കറി കൂട്ടിയ ചത്തുവും. അത് വിഷാണ്. വലിച്ചു കീറി ഭിത്തി ഒട്ടിക്കാൻ തോന്നും ചില അമ്മായിമാരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ. എല്ലാ ദിവസവും കുർബാനയാണ്, എല്ലാ ദിവസവും കുമ്പസാരാണ്. എന്നിട്ട് എന്താണ്? വീട്ടിൽ
നാട്ടിൽ മാലാക വീട്ടി പിശാച്, കേട്ടിട്ടില്ലേ? എന്താ പ്രാർത്ഥന! എന്റെ പൊന്ന്, ആരെ കാണിക്കാനാണ്? ഈ പ്രായമാകുമ്പോ പെട്ടിയോടെ എടുക്കുമ്പോഴാണ് പള്ളിയോടെ എടുക്കാന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? പെട്ടിയോടെ എടുക്കുമ്പോ മരണം, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ, എന്തിനു? നല്ല മരണം കിട്ടാൻ. ഇപ്പൊ എത്ര നാൾ എന്തുട്ട് ചെയ്തുകൊണ്ടിരുന്നേ? സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇവിടുന്ന് കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോവാണ്. എന്തിനു വേണ്ടി? എന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ, സ്നേഹിക്കാൻ എനിക്ക് കർത്താവ് കൃപ തന്ന് നമ്മൾ അയക്കുകയാണ്. വീട്ടിൽ 2 അടുക്കളയാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശ്വസ്തത കൊണ്ട്, വിശുദ്ധി കൊണ്ട്, വിധേയത്വം കൊണ്ട്, നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെയും കുടുംബത്തെയും നിറയ്ക്കാം. ആരെയും നമ്മൾ വിധിക്കണ്ട, ആരെയും നമ്മൾ നന്നാക്കാൻ പോണ്ട. നമുക്കറിയാലോ നമ്മൾ ഏതായിരുന്നു മുതലെന്ന്, അല്ലേ? ഒക്കെ നമുക്ക് നമ്മുടെ അമ്മായിമ്മയുടെ കയ്യിന്ന്, മരുമോളുടെ കയ്യിന്ന് വേദനകൾ, നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയോ? എല്ലാം എന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാഴ്ചവെക്കുക. നിങ്ങളത് കണ്ണൂരിട്ടി നോക്കി എന്നെ പേടിപ്പിക്കണേ. ഇതാണ് ചെയ്യേണ്ടത്. ഒന്നേ ചെയ്യണ്ടു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, എല്ലാ മാസവും കുമ്പസാരിക്കുക, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. ഈ 3 കാര്യങ്ങള് നിങ്ങള് മുറിയാതെ ചെയ്തോ, നിങ്ങളുടെ ഏത് സങ്കടത്തിനും തമ്പുരാൻ ഉത്തരം തരും. ഒന്നുകൂടെ അച്ഛൻ പറയാണ്, 3 തിരിക്കാലുകളെ നമ്മൾ ആശ്രയിക്കണം. തിരിക്കാലുകളെ: 1 വിശുദ്ധ കുർബാന, 2 വിശുദ്ധ കുമ്പസാരം, 3 പരിശുദ്ധ അമ്മ. ഈ 3 ഉറവിടങ്ങളെ ആശ്രയിച്ചവരാരും ഇതുവരെയും നഷ്ടധൈര്യരായിട്ടില്ല. അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല. ദൈവത്തെ തേടി ഇറങ്ങിയവർ ആരാണ് നിരാശരായി മടങ്ങിയിട്ടുള്ളത്? ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുവാനും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.